Assalamualaikum. Hi friends. Welcome to Delicious Recipes Hut. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോവാം. ഇതൊരു 3 കപ്പ് ബസുമതി റൈസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള അരി അങ്ങനെ ഒരുപാട് നേരം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഓയിൽ, ഒരു ടേബിൾ സ്പൂണിനടുത്ത് ഓയിൽ ചേർക്കാം. അപ്പോൾ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ചോറ് വെള്ളം വെച്ച് വറ്റിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ 2 രീതിയിലും ചെയ്യാം. എങ്ങനെയായാലും അരിയുടെ വേവ് നോക്കിയെടുത്താൽ മതി. ഇത് ഓവറായിട്ടൊന്നും വെന്ത് പോയിട്ടൊന്നുമില്ല, നല്ല ഒരു പരുവത്തിന് തന്നെയാണ് കിട്ടിയത്. ഇതിന് നമുക്ക് ചൂട് ഒന്ന് ആറിക്കിട്ടണം. അതിനായിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ നിരത്തി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിലേക്ക് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 മുട്ടയും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു ചിക്കൻ്റെ ചെസ്റ്റ് പാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസാണ്. 1 ടീസ്പൂണിനടുത്ത് മതി. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങാനീരുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണല്ലോ നമ്മളിന്ന് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് സോയാ സോസ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ബീൻസ് ഒരു കൈപ്പിടി, അതുപോലെ ഫ്രഷ് കോണാണ്, അതൊരു 1/2 കപ്പ് വരും. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 6-7 എണ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ അത് കുറച്ച് വേണം, അതിൻ്റെ നല്ല ഗ്രീൻ പാർട്ട് വേറെയും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് വരുന്നത് ഒന്ന് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ കുക്കാവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഇത് വളരെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് ഒരു സവാള പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നില്ല.
അപ്പോൾ ഇതിവിടെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയനാണ് അതിൻ്റെ ഒരു വൈറ്റ് ഭാഗം എടുത്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ കൂടെ വേണമെങ്കിൽ പകുതി സവാള ഞാൻ പറഞ്ഞ പോലെ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കോണ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ചേർക്കാം. അതുപോലെ തന്നെ മഷ്റൂം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം കയ്യിലുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ളതൊക്കെ ചേർക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂണിനടുത്തായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ വേണ്ടത് സോയാ സോസാണ്. അതൊരു 1-1.5 ടേബിൾ സ്പൂണിനടുത്ത് ചേർക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.